നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ സംഘർഷ ഭൂമിയിൽ വീണ്ടും ആശങ്കകളുടെ ഇരുട്ട് കനക്കുകയാണ്. ഇതിനകം തന്നെ ഇസ്രയേൽ ഇറാൻ ബന്ധം കടുത്ത വൈരത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സംഘർഷത്തിൽ ഇനി ഒരു പുതിയ അധ്യായം കൂടി തുറന്നിരിക്കുകയാണ്. യമനിലെ ഹൂതി വിമത സംഘടനയുടെ തുറന്ന ഇടപെടൽ. ശനിയാഴ്ച ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതോടെ ഈ സംഘർഷം പ്രാദേശികതയുടെ പരിധി കടന്ന ഒരു വിശാല യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കകൾ ഉയരുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ഇതിനകം തന്നെ ചെങ്കടൽ മേഖലയിൽ കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരിട്ട് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട മിസൈൽ ആക്രമണം ഈ സഖ്യത്തിന്റെ യുദ്ധതന്ത്രത്തിൽ വലിയ മാറ്റം സൂചിപ്പിക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളിൽ ഒന്നിനെ നിർവീര്യമാക്കിയെങ്കിലും ഈ ആക്രമണം തന്നെ വലിയ ഭീഷണിയുടെ സന്ദേശമാണ് നൽകുന്നത്. യുദ്ധം ഇനി പല ഫ്രണ്ടുകളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത. ഇത് വെറും ഇസ്രായേൽ ഇറാൻ സംഘർഷം മാത്രമല്ല, ഇതിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും ശക്തമായി പ്രകടമാണ്. അതേസമയം ചെങ്കടൽ വഴി ലോക വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായ സൂയസ് കനാലിനടുത്തുള്ള സുരക്ഷാ സാഹചര്യവും ആശങ്കാജനകമാകും. ആഗോള വ്യാപാരത്തിന് നിർണായകമായ ഈ കടൽപാതയിൽ യുദ്ധം വ്യാപിച്ചാൽ അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതം ലോകമെമ്പാടും അനുഭവപ്പെടും. ഈ സാഹചര്യത്തിൽ ഹൂതികളുടെ ഇടപെടൽ ഒരു ടേണിംഗ് പോയിന്റ് ആകുമോ?